ഹലോ ഫ്രണ്ട്സ്, റായൻ എന്ന ചിത്രത്തിൽ ധനുഷിന്റെ സഹോദരിയായി അഭിനയിച്ച് തുഷാര വിജയൻ ഇതുവരെ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കോണും ഒന്ന് എനേബിൾ ചെയ്യുക. 2019 തുഷാര വിജയൻ അഭിനയിച്ച ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിന്റെ പേര് ബോധയേരി ബുദ്ധിമാറി. ആക്ഷൻ ത്രില്ലർ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ചന്ദ്രു KR ആയിരുന്നു. ഈ ചിത്രത്തിൽ ധീരജ്, ചാർലി, തുഷാര വിജയൻ, രാധാരവി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ബിലോ ആവറേജ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ചിത്രം 2021 പുറത്തിറങ്ങിയ സർപ്പാട്ടെ പരമ്പരൈ. സ്പോർട്സ് ആക്ഷൻ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് രഞ്ജിത്ത് ആയിരുന്നു. ഈ ചിത്രത്തിൽ ആര്യ, തുഷാര വിജയൻ, പശുപതി, ഷബീർ കല്ലറയ്ക്കൽ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. കോവിഡ് പാൻഡമിക് കാരണം ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെയായിരുന്നു റിലീസായിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം ഓഡിയൻസിൽ നിന്നും വൻ അഭിപ്രായമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രത്തിൽ തുഷാര വിജയൻ ആര്യയുടെ ഭാര്യയായിട്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ ചിത്രം അൻപുള്ള ഗില്ലി. 2022 പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ശ്രീനാഥ് രാമലിംഗമായിരുന്നു. ഈ ചിത്രത്തിൽ മൈത്രേയ രാജശേഖർ, തുഷാര വിജയൻ, ചാന്ദിനി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം കോവിഡ് പാൻഡമിക് കാരണം കളേഴ്സ് തമിഴ് എന്ന ചാനലിലൂടെയായിരുന്നു റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നത്. ഓഡിയൻസിൽ നിന്നും കുഴപ്പമില്ലാത്ത അഭിപ്രായമായിരുന്നു ഈ ചിത്രം നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. നാലാമത്തെ ചിത്രം 2022 തന്നെ പുറത്തിറങ്ങിയ നക്ഷത്രം നഗർഗിരത്. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് രഞ്ജിത്ത് ആയിരുന്നു. ഈ ചിത്രത്തിൽ തുഷാര വിജയൻ, കാളിദാസ് ജയറാം, കലയറസൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച അഭിപ്രായം നേടി വിജയിച്ച ഒരു ചിത്രമായിരുന്നു. അഞ്ചാമത്തെ ചിത്രം 2023 പുറത്തിറങ്ങിയ കഴുവേത്തി മൂർഖൻ. പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ഗൗതമരാജ് ആയിരുന്നു. ഈ ചിത്രത്തിൽ അരുൾനിധി, തുഷാര വിജയൻ, സന്തോഷ് പ്രതാപ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പോസിറ്റീവ് റിവ്യൂസ് നേടി സാമ്പത്തികമായി വിജയിച്ചിട്ടുണ്ടായിരുന്നു. ആറാമത്തെ ചിത്രം 2023 തന്നെ പുറത്തിറങ്ങിയ അനീതി. സൈക്കോളജിക്കൽ ത്രില്ലർ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് വസന്തബാലനായിരുന്നു. ഈ ചിത്രത്തിൽ അർജുൻ ദാസും തുഷാര വിജയനുമായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രം സാമ്പത്തികമായി വിജയിച്ച ഒരു ചിത്രമായിരുന്നു. ഏഴാമത്തെയും അവസാനമായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു റായൻ. ആക്ഷൻ ത്രില്ലർ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ധനുഷ് ആയിരുന്നു. ഈ ചിത്രത്തിൽ ധനുഷ്, SJ സൂര്യ, സന്ദീപ് കൃഷ്ണൻ, സെൽവരാഘവൻ, കാളിദാസ് ജയറാം, തുഷാര വിജയൻ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കാതിരിക്കുക. ഇനി തുഷാര വിജയൻ അഭിനയിച്ച് 2 ചിത്രങ്ങളാണ് പുറത്തിറങ്ങാനുള്ളത്. അതിൽ ആദ്യ ചിത്രം സൂപ്പർ സ്റ്റാർ നായകനാകുന്ന വേട്ടയൻ, രണ്ടാമത്തെ ചിത്രം വിക്രം നായകനാകുന്ന വീരധീര സൂരൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്